welcome to my channel. അപ്പോൾ നമ്മൾ നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ NCERT പ്രോബ്ലംസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ബാക്കിയാണ്. എല്ലാ ക്വസ്റ്റ്യനും ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതിൽ കുറെ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ആണ്. അതിൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കണം. അതിൽ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് ഞാൻ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സസ്, അതായത് ഈ NCERT പ്രോബ്ലംസ് ഒക്കെ ഞാൻ ബോർഡിലല്ല ചെയ്ത് കാണിക്കുന്നത്, പേപ്പറിൽ എഴുതി. അപ്പൊ അതാകുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ സമാധാനത്തോടെ ഇരുന്ന് പറഞ്ഞു തരാൻ പറ്റും. അപ്പൊ അങ്ങനെയാട്ടോ ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും കാണുക, ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ്സിൽ ഇട്ടോളൂ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. ഏതാണ് 2.8. What is the number of photons of light with a wavelength of 4000 picometer that provide 1 joule of energy? Very simple question ആട്ടോ. അതായത് what is the number of photons of light with a wavelength of 400 picometer that provide 1 joule of energy? 1 joule of energy provide ചെയ്യുന്ന, അതായത് ഒരു ലൈറ്റ് ഉണ്ട്, അതിൻ്റെ വേവ് ലെങ്ത് 400 പൈക്കോമീറ്റർ ആണ്. അതിൽ എത്ര ഫോട്ടോൺസ് ആണ് 1 ജൂൾ ഓഫ് എനർജി പ്രൊവൈഡ് ചെയ്യാന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം ഇത് സിമ്പിളാണ്, നമ്മൾ കൺഫ്യൂസ്ഡ് ഒന്നും ആവേണ്ട. നോക്കി എങ്ങനെയാണ് ചെയ്യാന്ന് കേട്ടോ. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് വേവ് ലെങ്ത് ഇസ് ഈക്വൽ ടു 4000 പൈക്കോമീറ്റർ അല്ലേ. അപ്പോൾ ഈ 4000 പൈക്കോമീറ്ററിനെ നമ്മൾ ആദ്യം മീറ്ററിലേക്ക് മാറ്റണം. എങ്ങനെ മാറ്റും? പൈക്കോമീറ്റർ എന്ന് പറയുന്നത് 10⁻⁻12 മീറ്റർ ആണ്. ഈ -12ഉം ഇവിടെ 3 zeros ഉള്ളത് എനിക്ക് എങ്ങനെ എഴുതാം? 4 × 10⁻⁻9 മീറ്റർ എഴുതി കൂടെ. ഇവിടെ 3 zeros ഉണ്ട് അല്ലേ. അപ്പം 3 zeros-ഉം അതായത് 10⁻3 ആണ്. 4 × 10⁻3 ആണിത്. 10⁻⁻12. ഇപ്പം എന്തായി? 10⁻⁻9. ഇനി ഞാൻ പറയുകയാണ് എനർജി കണ്ടുപിടിക്കുക. E is equal to H nu, that is equal to hc/λ. എച്ചിൻ്റെ വാല്യൂ എല്ലാവർക്കും അറിയാം, ഇതൊക്കെ ബൈ ഹാർട്ട് ചെയ്തിരിക്കണം കേട്ടോ. 6.626 × 10⁻⁻34. വെലോസിറ്റി ഓഫ് ലൈറ്റ്, that is 3 × 10⁸8 divided by 4000 × 10⁻⁻12 കാരണം നമ്മളിവിടെ കൺവേർട്ട് ചെയ്തില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ മൈനസും പ്ലസും ഇവിടെ ഇത് മുകളിലേക്ക് വരുമ്പോൾ പ്ലസ് ഒക്കെ ആയിട്ട് അതൊക്കെ വേഗം ഷോർട്ട് ചെയ്തിട്ട് ആൻഡ് ദ ഫൈനൽ ആൻസർ വിൽ ബി, ഞാൻ വീണ്ടും പറയുകയാണ്, ഞാൻ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒന്നും കാണിക്കുന്നില്ല. 4.97 × 10⁻⁻17 ജൂൾ. എത്ര എനർജി കിട്ടി? 4.97 × 10. അപ്പം ഈ വേവ് ലെങ്ത് ഉള്ള റേഡിയേഷൻ ഇത്രയും എമൗണ്ട് ഓഫ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലെന്താ ക്വസ്റ്റ്യൻ? ഒരു ജൂൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര ഫോട്ടോൺസ് ഉണ്ട്? അപ്പം ഞാൻ എന്ത് ചെയ്യും? അതായത് എനിക്ക് വേണ്ടത് 1 ജൂളാണ്. അപ്പം 1 ഡിവൈഡഡ് ബൈ 4.97 × 10⁻⁻17 അല്ലേ. അതായത് 1 ജൂൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എനർജിയാണ് എനിക്ക് വേണ്ടത്. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല. നമ്പർ ഓഫ് ഫോട്ടോൺ ഇവിടെ എഴുതാം. നമ്പർ ഓഫ് ഫോട്ടോൺസ് പ്രൊഡ്യൂസിങ് 1 ജൂൾ ഓഫ് എനർജി. അപ്പം നമ്മൾ എന്ത് ചെയ്യും? 1 ഡിവൈഡഡ് 4.97 × 10⁻⁻17 is equal to 2.012 × 10⁻16 ഫോട്ടോൺസ്. ഇത്രയേ ഉള്ളൂ. പിന്നെയും ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ എല്ലാ പ്രോബ്ലം എഴുതി കാണിക്കത്തില്ല. അത്യാവശ്യമുള്ള, അതായത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും എന്നുള്ളത് മാത്രമേ കാണിക്കത്തുള്ളൂ. അപ്പോൾ ഇത് മനസ്സിലായോ ഈ ഒരു പ്രോബ്ലം? എന്നാൽ അടുത്ത പ്രോബ്ലം നോക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. ദാറ്റ് ഇസ് 2.9. A photon of wavelength 4 × 10⁻⁻7 meter strikes on metal surface. The work function of metal being 2.13 electron volt. Calculate the energy of the photon, the kinetic energy of the emission and the velocity of photoelectron. ഇതൊക്കെ ഡയറക്റ്റ് ആപ്ലിക്കേഷനാണ്. വീണ്ടും ഞാൻ പറയുകയാണ്, കെമിസ്ട്രി നോട്ടിൻ്റെ സൈഡിലോ ബാക്കിലോ എവിടെയാണ് വെച്ചാൽ ബോക്സിൽ നിങ്ങൾ ഈ ഫോർമുലാസ് നോട്ട് ചെയ്ത് വെക്കുക. എന്തായാലും വർക്ക് ഫംഗ്ഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ കൈനറ്റിക് എനർജി വെച്ചിട്ട് ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ നോക്കി എന്തൊക്കെയാണ് തന്നതെന്ന് ആദ്യം നോക്കുക. വേവ് ലെങ്ത് തന്നിട്ടുണ്ട്, വർക്ക് ഫംഗ്ഷൻ തന്നിട്ട് നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? സിമ്പിൾ. എനർജി, കൈനറ്റിക് എനർജി ആൻഡ് വെലോസിറ്റി ഓഫ് ഫോട്ടോൺ ഇലക്ട്രോൺ. 1 ഇലക്ട്രോൺ വോൾട്ട് എത്രയാണെന്ന് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കാം എങ്ങനെയാണ് ചെയ്യാന്ന് കേട്ടോ. നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു ഫോർമുല എന്ന് പറയുന്നത് നിങ്ങളുടെ ഞാൻ പറഞ്ഞല്ലോ ബുക്കിൽ റെഡ് വെച്ചിട്ട് എഴുതണം ഒരു ബോക്സിൽ. അതായത് H nu is equal to
W0 പ്ലസ് ഹാഫ് mv². ഇതൊക്കെ ഞാൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എടുക്കുമ്പോൾ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതേപോലെ തന്നെ അല്ലെങ്കിൽ എഴുതുക E = W0 പ്ലസ് കൈനറ്റിക് എനർജി. എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. W0 എന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്ക് ഫംഗ്ഷനാണ്. ഇനി നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ദ ഫോട്ടോൺ ഓഫ് വേവ് ലെങ്ത് ലാംഡ. വേവ് ലെങ്ത് നമുക്കറിയാം, ലാംഡ = 4 × 10⁻⁻7 meter strikes on a metal surface. The work function നമുക്കറിയാം W0 എത്രയാണ് തന്നിരിക്കുന്നത്? 2.13 ഇലക്ട്രോൺ വോൾട്ടാണ് തന്നിരിക്കുന്നത് അല്ലേ. ഇനി അടുത്തത് നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? നമുക്ക് എനർജി ഓഫ് ദി ഫോട്ടോൺ കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് ആദ്യം എനർജി കണ്ടുപിടിക്കുക. എനർജി കണ്ടുപിടിക്കുക ഒരു പണിയില്ല. H ന്യൂ ആണ്, അതെ hc/λ. അപ്പോൾ H നിങ്ങൾക്കറിയാം 6.626 × 10⁻34 joules second into 3 × 10⁸ meter second inverse. meter per second ആണ്, second inverse divided by 4 × 10⁻7 meter. ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ഡയറക്റ്റ് ഞാനിതൊക്കെ വെച്ചു. എനിക്ക് എത്ര കിട്ടിയെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഈക്വൽ ടു 4.97 × 10⁻19 ജൂളാണ് കേട്ടോ. അപ്പോൾ എന്ത് കിട്ടി? എനിക്ക് 4.97 × 10⁻19 ജൂൾ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ ജൂളിലാണ്. നമ്മുടെ വർക്ക് ഫംഗ്ഷൻ എന്തിലുള്ളത്? ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു? 1 ഇലക്ട്രോൺ വോൾട്ട് = 1.6020 × 10⁻19 ജൂൾ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ജൂളിന് ഇലക്ട്രോൺ വോൾട്ട് എടുക്കണം. അതായത് 1 ഇലക്ട്രോൺ വോൾട്ട് ഇത്രയും ജൂളാണെങ്കിൽ 4.97 × 10⁻19 ജൂൾ എത്ര ഇലക്ട്രോൺ ആയിരിക്കും? എത്ര ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും? 1 ഡിവൈഡഡ് ബൈ അതായത് 1 EV. 1 ഇലക്ട്രോൺ വോൾട്ട് ഡിവൈഡഡ് ബൈ 1.602 × 10⁻19 ജൂൾ ഇൻറ്റു 4.97 × 10⁻19. ഇങ്ങനെ തന്നെയല്ലേ ചെയ്യുക അല്ലേ. നിങ്ങൾ പഠിച്ചിട്ടില്ലേ 1 meter = 100 centimeter ആകുമ്പോൾ 1 centimeter എത്താ 1 ഡിവൈഡഡ് ബൈ 100 centimeter. ഇങ്ങനെ തന്നെയല്ലേ നിങ്ങൾ ചെയ്യാറുണ്ടായിരുന്നത്. നമ്മൾ ഫസ്റ്റത്തെ ലെസണിൽ പഠിച്ചില്ലേ 1 centimeter = 1/100 ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് 4.97 ഇവിടെ ഉള്ളതുകൊണ്ട് 4.97 × 10⁻9 മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ എത്ര വാല്യൂ വരുമെന്ന് വെച്ചാൽ 3.1 ഇലക്ട്രോൺ വോൾട്ടാണ്. അത് കിട്ടിയല്ലോ. ഇനിയാണ് അവർ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എനർജി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നമ്മൾ ഇലക്ട്രോൺ വോൾട്ടിൽ എനർജി കണ്ടുപിടിച്ചു. ഇനി നിങ്ങളോട് ചോദിച്ചു കൈനറ്റിക് എനർജി ഓഫ് ദ ഇലക്ട്രോൺ. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി കൈനറ്റിക് എനർജി. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതായിരുന്നു അതിൻ്റെ സെക്കൻഡ് പാർട്ട്. കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണം. അപ്പോൾ കൈനറ്റിക് എനർജി ½ mv² ആണ്. വെലോസിറ്റി ഒന്നും തന്നിട്ടില്ല നമുക്കിവിടെ, അതും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് എനർജി നമ്മുടെ കയ്യിലുണ്ട്, വർക്ക് ഫംഗ്ഷൻ കയ്യിലുണ്ട്. അപ്പോൾ കൈനറ്റിക് എനർജി എങ്ങനെ കിട്ടും? E - W0 = കൈനറ്റിക് എനർജി. എനർജിയിൽ നിന്ന് വർക്ക് ഫംഗ്ഷൻ കുറച്ചാൽ മതി. എനർജി മൈനസ് വർക്ക് ഫംഗ്ഷൻ = കൈനറ്റിക് എനർജി. എനർജി എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? അതുകൊണ്ടാണ് ഞാനിത് ഇലക്ട്രോൺ വോൾട്ടിലേക്ക് മാറ്റിയത്. മനസ്സിലായില്ലേ? ജൂളിലും ഒരാൾ ഇലക്ട്രോൺ വോൾട്ടിലും അങ്ങനെ പ്രോബ്ലം ചെയ്തില്ലല്ലോ. 3.1 - 2.13 that is 0.97 ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ നമുക്ക് അതും കിട്ടിക്കഴിഞ്ഞു. കാണുന്നുണ്ടല്ലോ. ഇനി അടുത്തത് എന്താ? അതിലെ സി പാർട്ട് ക്വസ്റ്റ്യൻ എന്താ? യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ വെലോസിറ്റി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ അല്ലേ. വെലോസിറ്റി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ കണ്ടുപിടിക്കാനാണ് അടുത്ത ക്വസ്റ്റ്യൻ വന്നത്. ഇത് സിമ്പിൾ അല്ലേ. കൈനറ്റിക് എനർജി നമുക്ക് കിട്ടി. എത്രയാണ്? 0.97 ഇലക്ട്രോൺ വോൾട്ട്. ഈ ½ mv² ആണ് കൈനറ്റിക് എനർജി. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.97 ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ അത് നമുക്ക് ഓൾറെഡി നമുക്ക് അറിയാം. ഇനി നമുക്കിതിൽ നിന്ന് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്കിതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത് വെലോസിറ്റിയാണ്. അപ്പോൾ നമുക്കറിയാം മാസ് ഓഫ് എൻ ഇലക്ട്രോൺ അല്ലേ. ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഫോട്ടോ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് എൻ ഇലക്ട്രോൺ എത്രയാ? 9.1 × 10⁻31 kg കിലോഗ്രാം ആണ്
ഇവിടെ എനർജീൻ്റെ യൂണിറ്റ് ഏതാ? ഇലക്ട്രോൺ വോൾട്ട്. SI യൂണിറ്റ് ഓഫ് എനർജി പറയുന്നത് ജൂളാണ്. അപ്പം നമ്മൾ ഇതിനെ ജൂളിലേക്ക് മാറ്റണം. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് 1.602 × 10⁻⁻⁹. അപ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം? ഹാഫ്, നമുക്കറിയാം മാസ് 9.1 × 10⁻⁻31 കിലോഗ്രാം. നമുക്ക് വെലോസിറ്റിയാണ് കാണാനുള്ളത്. അപ്പം ഇൻറ്റു V² = 0.97. ഇതിനെന്തിലേക്ക് മാറ്റണം? ജൂളിലേക്ക് മാറ്റണം. എങ്ങനെ ജൂളിലേക്ക് മാറ്റും? 1 ഇലക്ട്രോൺ വോൾട്ട് ഇത്രയും ജൂളാണ്. അപ്പം 0.97 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ ഇതേ ഇൻറ്റു 1.6020 × 10⁻⁻19 ജൂൾ എന്ന് ചെയ്തു. V² എന്താ? 2 ഇൻറ്റു ഇതിങ്ങോട്ടേക്ക് പോയി 0.97 × 1.6020 × 10⁻⁻19 divided by 9.1 × 10⁻⁻31 and V എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ക്വയർ റൂട്ടാണ്. ആൻഡ് ദ ഫൈനൽ ആൻസർ ഈസ് 5.83 × 10⁻⁵ മീറ്റർ സെക്കൻഡ് ഇൻവേഴ്സ്. അതായത് ഇതിൻ്റെ V² കണ്ടു. ഇതിൻ്റെ V എന്ന് പറയുന്നത് ഇതിൻ്റെ റൂട്ടാണ്, ഇവിടെ കിട്ടുന്നതിൻ്റെ റൂട്ടാണ്. എന്നാൽ ഇതാണ് ആൻസർ കേട്ടോ. അപ്പം നമുക്ക് എവിടേക്കാണ് തെറ്റുകയെന്നറിയോ? ഇതാ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഈ 0.97 ഇലക്ട്രോൺ വോൾട്ടിന് നമ്മൾ എന്താക്കും? അതേപടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ തെറ്റി. കണ്ടോ, ഇവിടെ വലിയൊരു വാല്യൂ തന്നെ വരുന്നുണ്ട് ഇലക്ട്രോൺ വോൾട്ട്. കാരണം ഇത് കിലോഗ്രാമിലാണ് ഉള്ളത് കൊണ്ട് വി ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു SI യൂണിറ്റ്, ദ ജൂളിലേക്ക് മാറ്റണം. സിമ്പിൾ അല്ലേ? സിമ്പിളാണ്. ആദ്യം നമ്മൾ വർക്ക് ഫംഗ്ഷൻ്റെ ഈ ഫോമുലയുണ്ട്, എനർജീൻ്റെ ഫോമുലയുണ്ട്. എനർജി കണ്ടുപിടിച്ചപ്പോൾ നമുക്കത് ജൂളിലാണല്ലോ. കാരണം വർക്ക് ഫംഗ്ഷൻ ഇലക്ട്രോൺ വോൾട്ടിലായപ്പോൾ നമ്മൾ ആദ്യം എനർജീനെ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് മാറ്റി കൈനറ്റിക് എനർജി കിട്ടി. കൈനറ്റിക് എനർജി നമുക്ക് ഇലക്ട്രോൺ വോൾട്ടിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വെലോസിറ്റി കാണണം. വെലോസിറ്റി ഓഫ് ദ ഫോട്ടോ ഇലക്ട്രോണാണ്. ഇലക്ട്രോണിൻ്റെ മാസം നമുക്കറിയാം 9.1 × 10⁻⁻31 kg ആണ്. അപ്പോൾ നമ്മൾ ഇലക്ട്രോൺ വോൾട്ടിനെ ജൂളിലേക്ക് മാറ്റിയിട്ട് ആൻസർ കിട്ടി. ക്ലിയർ അല്ലേ? അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഏതാ? 2.10. ഒക്കെ സിമ്പിളാട്ടോ. അതൊന്ന് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഓഫ് വേവ് ലെങ്ത് 242 meter is just sufficient to ionize the sodium atom. Electromagnetic radiation of wavelength 242 nanometer is just sufficient to ionize the sodium atom. Calculate the ionization energy of sodium in kilojoule mole inverse. ഇതാണ് ഇവിടുത്തെ മെയിൻ കേട്ടോ. അപ്പോൾ നിങ്ങളൊരിക്കും അയണൈസേഷൻ എനർജി എന്തോ ഭയങ്കര സംഭവം ഒന്നുമല്ല, എനർജി കണ്ടുപിടിക്കാന്നേ പറഞ്ഞിട്ടുള്ളൂ. നമുക്കിവിടെ വേവ് ലെങ്ത് ഒക്കെ തന്നിട്ടുണ്ട്. അത് പക്ഷേ എന്താ വെച്ചാൽ എനർജി കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്താണ് കാൽക്കുലേഷൻ അയണൈസേഷൻ എനർജി ഓഫ് സോഡിയം ആറ്റം ഇൻ കിലോജൂൾ മോൾ ഇൻവേഴ്സ് ആണ്, പെർ മോളിലാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നോക്കി വീഡിയോ ഓണാക്കാതെ എഴുതി പോയതാണ്. അപ്പോൾ ഒന്നുമില്ല, ലാംഡ ഈസ് ഈക്വൽ ടു 242 നാനോമീറ്റർ ആണ്. അപ്പോൾ നാനോമീറ്ററിനെ നമ്മൾ ആദ്യം മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. 242 × 10⁻⁻9 മീറ്റർ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അയണൈസേഷൻ എനർജി, ദാറ്റ് ഈസ് എനർജി എന്ന് പറഞ്ഞാൽ hc/λ. ഇതൊക്കെ നിങ്ങൾക്കറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പിന്നെ ഇതിൻ്റെ വാല്യൂ എത്രയാണ് നോക്കാം. അപ്പം ഇതിൻ്റെ വാല്യൂ വരുന്നത് 0.0821 × 10⁻⁻17 ജൂളാണ്. പക്ഷെ ഇതിലെ ക്വസ്റ്റ്യൻ എന്താ? അയണൈസേഷൻ എനർജി ഓഫ് സോഡിയം ആറ്റം, സോഡിയം പെർ മോളാണ് ചോദിച്ചത്. അതായത് കിലോജൂൾ മോൾ ഇൻവേഴ്സ്. അപ്പം നമുക്ക് പെർ മോളിൽ കാണണം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഒരു മോൾ എന്ന് പറഞ്ഞാൽ എത്രയാ? 1 മോൾ ഈസ് ഈക്വൽ ടു 6.022 × 10⁻⁻23 ആണ്. അപ്പോൾ ഈ എനർജി നമ്മൾ ഒരു മോളിൽ, അതായത് ഒരു സോഡിയം ആറ്റത്തിൻ്റെയാണിത്. അപ്പം നമ്മളോട് ചോദിച്ചത് എന്താ? ഒരു മോൾ സോഡിയം, അതായത് ഇത് ഒരു സോഡിയം ആറ്റത്തിൻ്റെയാണ്. ഒരു മോൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6.022 × 10⁻23 മോൾ ഇൻവേഴ്സ് ജൂളാണ്. അപ്പോൾ പ്രശ്നം ഇവിടെ ഇതില്ല. അപ്പോൾ നമുക്ക് ജൂളിൽ കിട്ടും ആൻസർ. നമുക്ക് നമ്മളോട് എന്താ പറഞ്ഞത്? കിലോ ജൂളിൽ വേണമെന്നാണ് അവർ പറഞ്ഞത്. അവർ നമ്മളോട് പറഞ്ഞു നമുക്ക് കിലോ ജൂളിൽ വേണമെന്ന്. അപ്പോൾ നമ്മളെങ്ങനെ കിലോ ജൂളിൽ ചെയ്യുക? അതായത് 1 കിലോ ജൂൾ ഈസ് ഈക്വൽ ടു 1000 ജൂളാണ്. 1 കിലോ ജൂൾ. അപ്പോൾ ഒരു ജൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 1 കിലോ ജൂളാണ് 1000. അപ്പോൾ ഒരു ജൂൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 /
1000 ആണോ? 1 കിലോ ജൂൾ എന്ന് പറയുന്നത് 1000 ജൂളാണ്. അപ്പം 1 ജൂൾ എന്ന് പറഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ 1 ജൂൾ ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1000. അപ്പം നമുക്കിവിടെ ഇത് ജൂളിലാണ് ഉള്ളത് അല്ലേ, ഇത് ജൂളിലല്ലേ ഉള്ളത്. അപ്പം നമ്മൾ ഡിവൈഡഡ് ബൈ 1000 ചെയ്ത് കഴിഞ്ഞാൽ ദ ആൻസർ വിൽ ബി 494 കിലോ ജൂൾ മോൾ ഇൻവേഴ്സ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക അയ്യോ എന്തൊക്കെയോ ഒന്നും പറഞ്ഞിട്ടില്ല, ക്വസ്റ്റനിൽ മാം ഇതൊന്നും ചോദിച്ചിട്ടില്ലല്ലോ. എന്താണ് നിങ്ങൾ ചോദിക്കുക, മോളിനൊന്നും ഞങ്ങൾ കാണുന്നില്ലല്ലോ. മോൾ നിങ്ങൾ കാണില്ല, അതല്ലേ ക്വസ്റ്റൻ. അതാണ് പറഞ്ഞത്, ക്വസ്റ്റൻ നല്ലോണം വായിക്കണം. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഓഫ് വേവ് ലെങ്ത് 242 മീറ്റർ ഇസ് ജസ്റ്റ് സഫിഷ്യൻറ്റ് ടു അയണൈസ് ദ സോഡിയം ആറ്റം. ഒരു സോഡിയം ആറ്റത്തിന് അയണൈസ് ചെയ്യാൻ 272 നാനോമീറ്റർ വേവ് ലെങ്ത് മതി. കാൽക്കുലേറ്റ് ദ അയണൈസ്, എത്ര എനർജി വേണം? Calculate the ionization energy of sodium in kilojoule mole inverse. Kilojoule mole inverse, അതായത് എത്ര അയണൈസേഷൻ എനർജി വേണം ഒരു മോൾ ഓഫ് സോഡിയത്തിന് എന്ത് ചെയ്യാൻ, അയണൈസ് ചെയ്യാൻ. അപ്പോൾ നമുക്കറിയാം ഒരു സോഡിയം ആറ്റത്തിന് ഇത്ര ജൂൾ ഓഫ് എനർജി വേണം. ഒരു മോളിന് എത്രയാണ്? ഒരു മോൾ എന്ന് പറഞ്ഞാൽ 6.022. അപ്പം ഇത്രയും എനർജി വേണം. എനർജി എന്തിൽ എക്സ്പ്രസ് ചെയ്യണം? കിലോ ജൂൾ. 1 കിലോ ജൂൾ എന്ന് പറയുന്നത് 1000 ജൂൾ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് 1 കിലോ ജൂൾ എന്ന് പറയുന്നത് 1000 ജൂൾ. അപ്പോൾ ഒരു ജൂൾ എന്ന് പറയുന്നത് 1/1000 ആണ്. 1/1000 ആണ്. അപ്പം നമ്മളിതിനെ 1/1000 ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? കിലോ ജൂൾ കിട്ടി. മനസ്സിലായോ? അപ്പോൾ ഇനി നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. എന്താണ്? A 25 watt bulb emits monochromatic light of wavelength 0.7, ഇങ്ങനെ എഴുതുക എന്താ, മൈക്രോമീറ്റർ. Calculate the rate of emission of quanta per second. A 25 watt bulb emits monochromatic yellow light of wavelength of 0.57 micrometer. Calculate the rate of emission of quanta per second. ഇത് കുറച്ച് നമ്മൾ ഇതുപോലത്തെ ഒരു ഫോർമുല പറഞ്ഞിട്ടില്ല, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞു വീണ്ടും ഫോർമുലയ്ക്കായിട്ട് ബെറ്റർ യു കീപ്പ് എ ബുക്ക് ഫോർ ഫോർമുല. ഫോർമുലയ്ക്ക് മാത്രമായിട്ട് കെമിസ്ട്രിക്കും ഫിസിക്സിനൊക്കെ ഒരു ബുക്ക് വെച്ചൊക്കെ ഈസി അല്ലേ? എക്സാമിൻ്റെ സമയത്ത് ഇങ്ങനെ ഓടി നടക്കണമല്ലോ, അത് മാത്രം എടുത്തൊന്ന് നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ നോക്കിക്കോളൂ കേട്ടോ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. സിമ്പിളാണ്, പക്ഷേ ഒരു ഫോർമുലയും കൂടെ ഉണ്ട് ഇതിൽ. അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താ തന്നിരിക്കുന്നത്? A 25 watt bulb emits monochromatic yellow light of wavelength 0.7 micrometer and calculate the rate of emission of quanta per second. അപ്പോൾ നമുക്ക് വേണ്ടത് calculate the rate of emission of quanta per second ആണ്. അപ്പോൾ ആദ്യം ഒരു ഫോർമുല നിങ്ങൾ അങ്ങ് പഠിച്ചോളൂ, എന്നിട്ട് നമ്മൾ ബാക്കിയുള്ളത് പറഞ്ഞാൽ മതി. എഴുതിക്കോളൂ. rate of emission of quanta per second is equal to power divided by energy. എന്തൊക്കെയാണുള്ളത്? പവർ ഡിവൈഡഡ് ബൈ എനർജി. അപ്പം നമുക്കിവിടെ പവർ അറിയാം, 25 വാട്ടാണ് നമുക്കറിയാം. എനർജി അറിയത്തില്ല. അപ്പോൾ എനർജി നമ്മൾ ആദ്യം കാണുകയാണ്. E is equal to h nu, that is equal to hc by lambda. നമുക്ക് വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. എത്രയാ വേവ് ലെങ്ത്? ലാംഡ is equal to 0.57 മൈക്രോമീറ്റർ. ഈ മൈക്രോനെ എങ്ങനെയാണ് മീറ്ററിലേക്ക് മാറ്റുക? 0.57 ഇൻറ്റു 10⁻⁻6 ആണ് മൈക്രോ, പൈക്കോ, പിന്നെ ആങ്സ്ട്രം യൂണിറ്റ്, ഇതൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ 0.57 ഇൻറ്റു 10⁻⁻6 മീറ്റർ. ഇനിയിപ്പോൾ നമുക്ക് ഈസി കൊടുത്ത ഡയറക്റ്റ് അപ്ലിക്കേഷൻ ആണ്. 6.626 ഇൻറ്റു 10⁻⁻34 ജൂൾ സെക്കൻഡ് ഇൻറ്റു 3 ഇൻറ്റു 10⁻8 മീറ്റർ സെക്കൻഡ് ഇൻവേഴ്സ് ഡിവൈഡഡ് ബൈ ഇതാ 0.57 ഇൻറ്റു 10⁻⁻6 മീറ്റർ. അപ്പോൾ കിട്ടുന്ന വാല്യൂ എത്രയാ വെച്ചാൽ 3.48 ഇൻറ്റു 10⁻⁻19 ജൂൾ. ഇനി എന്താ വേണ്ടത്? നമുക്ക് റേറ്റ് ഓഫ് എമിഷൻ ഓഫ് ക്വാണ്ട പെർ സെക്കൻഡ് ഉണ്ട് കണ്ടുപിടിക്കുള്ളൂ. പവർ നമുക്കറിയാം, പവർ ഇസ് ഈക്വൽ ടു 25 വാട്ട്. 25 വാട്ട് എന്ന് പറയുന്നത് ജൂൾ സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യുന്നത്? റേറ്റ് ഓഫ് എമിഷൻ ഓഫ് ക്വാണ്ട എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 25 വാട്ട് ഡിവൈഡഡ് ബൈ 3.48 ഇൻറ്റു 10⁻⁻19 ജൂളാണ്. ഇത് നമുക്ക് 25 ജൂൾ സെക്കൻഡ് ഇൻവേഴ്സിന് എഴുതാം. So the value will be, the answer will be 7.18 into 10⁻⁻19
ജൂളും പോയി. സെക്കൻഡ് ഇൻവേഴ്സ് എന്താണ്? സെക്കൻഡ് ഇൻവേഴ്സ് റേറ്റ് ഓഫ് എമിഷൻ ഓഫ് ക്വാണ്ട പെർ സെക്കൻഡ് എത്ര? 7.18. ഒന്നുമില്ല, ഈ ഒരു ഫോമുല അപ്പോൾ നോട്ട് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് എളുപ്പമല്ലേ. റേറ്റ് ഓഫ് എമിഷൻ ഓഫ് ക്വാണ്ട പെർ സെക്കൻഡ് ഇസ് ഈക്വൽ ടു പവർ ഡിവൈഡഡ് ബൈ എനർജി. സിമ്പിൾ അല്ലേ? സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഈ ഫോമുല അറിയണമെങ്കിൽ സിമ്പിളല്ലേ, അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂസ്ഡ് ആയപ്പോൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ക്ലിയർ ആണല്ലോ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പോയിക്കോട്ടെ. അടുത്തത് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ പ്രോബ്ലമായിട്ടോ, പറയാനൊന്നുമില്ല. ഇലക്ട്രോൺസ് ആർ എമിറ്റഡ് വിത്ത് സീറോ വെലോസിറ്റി ഫ്രം എ മെറ്റൽ സർഫേസ് വെൻ ഇറ്റ് ഇസ് എക്സ്പോസ്ഡ് ടു റേഡിയേഷൻ ഓഫ് വേവ് ലെങ്ത് 6800 ആംസ്ട്രോം. കാൽക്കുലേറ്റ് ദ ത്രെഷോൾഡ് ഫ്രീക്വൻസി ആൻഡ് വർക്ക് ഫംഗ്ഷൻ W0 ഓഫ് ദ മെറ്റൽ. ത്രെഷോൾഡ് ഫ്രീക്വൻസിയും നമുക്ക് വർക്ക് ഫംഗ്ഷനുമാണ് കാണേണ്ടത്. ഇത് ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് തോന്നുന്നത്. ത്രെഷോൾഡ് ഫ്രീക്വൻസീൻ്റെ ഫോമുല എന്ന് പറയുന്നത് ന്യൂ സീറോ ആണ്. ത്രെഷോൾഡ് ഫ്രീക്വൻസി നിങ്ങൾക്കറിയാം, ന്യൂ ഇസ് ഈക്വൽ ടു C ബൈ ലാംഡ. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടും? സീൻ്റെ വാല്യൂ 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് അങ്ങ് ചെയ്യുക, ഡിവൈഡഡ് ബൈ ലാംഡ നമുക്ക് തന്നിട്ടുണ്ട് 6800 ആങ്സ്ട്രോം മീറ്റർ ആണ്. അപ്പോൾ 6800 × 10⁻10 ആണ്, 10 മീറ്റർ. അതങ്ങ് ചെയ്തേക്കുക. അപ്പോൾ നമുക്കിത് കിട്ടും. പിന്നെ വർക്ക് ഫംഗ്ഷനാണ് ചോദിച്ചത്, W0 എന്താ? ന്യൂ സീറോ ഇവിടുന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ കൂടെ 6.626 × 10⁻34 ജൂൾ സെക്കൻഡ് ഇൻറ്റു ഇവിടെ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 4.41 × 10⁻14 സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് ഞാൻ സ്പീഡ് പറയുന്നത് എന്താ വെച്ചാൽ സിമ്പിൾ ക്വസ്റ്റ്യനാണ്, വെറുതെ ടൈം പോക്കണ്ട, കുറേ എക്സ്പ്ലെയിൻ ചെയ്തിട്ടെന്ന് വിചാരിച്ചിട്ടാണ്. ആൻഡ് ആൻസർ ഇസ് 2.92 × 10⁻19 ജൂൾ. കണ്ടത് സിമ്പിളാണ്, ഡയറക്റ്റ് ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് സീറോ വെലോസിറ്റി, അതായത് ഇലക്ട്രോൺസ് എമിറ്റഡ് വിത്ത് സീറോ വെലോസിറ്റി ഫ്രം എ മെറ്റൽ സർഫേസ് വെൻ ഇറ്റ് ഇസ് എക്സ്പോസ്ഡ് ടു റേഡിയേഷൻ ഓഫ് വേവ് ലെങ്ത് 6800 ആങ്സ്ട്രോം. കാൽക്കുലേറ്റ് ദ ത്രെഷോൾഡ് ഫ്രീക്വൻസി ആൻഡ് വർക്ക് ഫംഗ്ഷൻ ആണ്. ത്രെഷോൾഡ് ഫ്രീക്വൻസി നിങ്ങൾക്ക് ന്യൂ സീറോ ഇസ് ഈക്വൽ ടു C ബൈ ലാംഡ ആണ് അറിയാം. വർക്ക് ഫംഗ്ഷൻ കഴിഞ്ഞല്ലോ. ഇതും ഡയറക്റ്റ് ആപ്ലിക്കേഷൻ പ്രോബ്ലമാണ്. കാരണം എന്നാലും ഞാൻ ഇത് ചെയ്തു തരും. എന്തുകൊണ്ട് വെച്ചാൽ നമ്മൾ ഇത് മോഡൽ ചെയ്തിട്ടില്ല. വാട്ട് ഈസ് ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് emitted when electron in a hydrogen atom undergo transition from an energy level with n is equal to 4 to an energy level with n is equal to 2. നമ്മുടെ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ആട്ടോ. വാട്ട് ഈസ് ദി വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് emitted when the electron in an hydrogen atom undergoes transition from an energy level with n is equal to 4 to an energy level with n is equal to 2. സിമ്പിൾ ക്വസ്റ്റ്യൻ. നോക്കിയോ. അപ്പോൾ ശ്രദ്ധിച്ചോളൂ. വാട്ട് ഈസ് ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് emitted when the electron in a hydrogen atom undergo a transition from the energy level n is equal to 4 to n is equal to 2. അപ്പം n1 is equal to 2, n2 is equal to 4 അല്ലേ? 4ൽ നിന്ന് 2ലേക്കാണ് വന്നിരിക്കുന്നത്. വാട്ട് ഈസ് ദ കളർ ചേഞ്ച് കറസ്പോണ്ടിങ് ടു ദിസ് വേവ് ലെങ്ത്? അപ്പം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കളർ ഏതാണ്? അപ്പം വാട്ട് ഈസ് ദ വേവ് ലെങ്ത്? അപ്പം നമുക്ക് ആദ്യം വേവ് നമ്പർ വെച്ചിട്ട് ബാമർ ഒരു ഫോർമുല തന്നിട്ടുണ്ട്. എന്തായിരുന്നു? വേവ് നമ്പർ ഇസ് ഈക്വൽ ടു Rydberg constant into 1 by n1 square minus 1 by n2 square. ഞാൻ n2ന് എന്തിനാ വാല്യൂ കൂടുതൽ ഇട്ടെന്നൊക്കെ നിങ്ങൾക്കറിയാം അല്ലേ? n2 would be always greater than n1. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. അപ്പോൾ n1 is equal to 2, n is equal to 2. Rydberg constant വാല്യൂ ഓർമ്മയുണ്ട്? 109,678 into 1 by 2 square minus 1 by 4 square. Centimeter inverse, that is equal to, the value is 09678 into 3 divided by 16 centimeter inverse. ഇനി നമുക്ക് എന്താ അതിൽ കണ്ടുപിടിക്കേണ്ടത്? വേവ് ലെങ്ത് ആണ്. വേവ് ലെങ്ത്തും ഈ ന്യൂ ബാർ, അതായത് വേവ് നമ്പറും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? അപ്പോൾ നമുക്കറിയാം വേവ് നമ്പർ ഇസ് ഈക്വൽ ടു 1 ബൈ ലാംഡയാണ്. നമുക്ക് എന്താ വേണ്ടത്? ലാംഡ ഇസ് ഈക്വൽ ടു 1 ബൈ ന്യൂ ബാർ. 1 ബൈ ന്യൂ ബാർ ആണത്. അപ്പം നമുക്ക് വേവ് നമ്പർ അറിയാം. അപ്പം 1 ഡിവൈഡഡ് ബൈ 109,678 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 16. അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? 16 divided by 109,678 into 3.
അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര വരും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കാണുന്നുണ്ടല്ലോ അല്ലേ 16 divided by 16 divided by 1 into 10967 into 3 എന്ന് പറയുന്നത് നമുക്ക് ഓൾമോസ്റ്റ് 4.86 into 10 raised to minus 5 സെൻറ്റിമീറ്റർ കിട്ടും. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം എപ്പോഴും മീറ്ററിൻ്റെ ഫോമാറ്റിലേക്ക് മാറ്റും. അപ്പോൾ ബെറ്റർ വി ക്യാൻ റൈറ്റ് 486 into 10 raised to minus 9 meter that is equal to 486 നാനോമീറ്റർ എന്ന് എഴുതിക്കൂടെ. സെൻറ്റിമീറ്ററിനെ മാറ്റി ഞാൻ മീറ്ററിലേക്ക് മാറ്റിയിട്ട് എന്തായത് അത് നാനോമീറ്ററിന് റെപ്രസെൻറ്റ് ചെയ്തു. കാണുന്നില്ല സെൻറ്റിമീറ്റർ ആയിരുന്നു. വി ഹാവ് ടു റൈറ്റ് ഇൻ SI യൂണിറ്റ് ദാറ്റ് ഇറ്റ് 486 into 10 raised to minus 9 meter that is 486 നാനോമീറ്റർ. സെൻറ്റിമീറ്ററിനെ മീറ്ററിനൊക്കെ കൺവേർട്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ ഫസ്റ്റ് ലെസണിൽ ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് ഇതിൽ പഠിച്ചിട്ടുണ്ട്. മനസ്സിലായോ ഇത്?